ഡോക്ടർ പി കെ ഗോപൻ, എപ്പോഴൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അന്വേഷണ ഗതിയുമൊക്കെ നമ്മൾ ചർച്ചയാക്കിയിട്ടുണ്ടോ അന്നെല്ലാം CPM-ന്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എടുത്തൊരു നിലപാടാണ് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഞങ്ങളുടെ ടീം കൃത്യമായത് അന്വേഷിക്കുന്നുണ്ട്, കോടതിയിൽ ഈ കാര്യങ്ങൾക്ക് ഒക്കെ കോടതിയുടെ മേൽനോട്ടമുണ്ട്, അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാനില്ല, ആരിലേക്കുമുള്ള ഒരു അന്വേഷണവും തടസ്സപ്പെടുത്തില്ല, സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്നായിരുന്നു എല്ലാ ചർച്ചകളിലുമുള്ള താങ്കളുടെ വാദം. ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇന്ന് ഏത് അന്വേഷണ സംഘത്തെക്കുറിച്ചാണോ താങ്കൾ പറഞ്ഞത്, അതേ അന്വേഷണ സംഘം വേണ്ട രീതിയിൽ പരിശോധനകൾ നടത്തുന്നില്ലേ, എവിടെയെങ്കിലും ഈ അന്വേഷണം തട്ടിത്തടഞ്ഞു നിൽക്കുകയാണോ എന്ന ഉത്കണ്ഠ കോടതി രേഖപ്പെടുത്തുകയാണ്. അതായത് എന്തുകൊണ്ടാണ് വാസുവിനും പത്മകുമാറിനും അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകാത്തത്, എന്തുകൊണ്ടാണ് വൻ തോക്കുകളിലേക്ക് ഈ അന്വേഷണം തിരിയാത്തത്, എന്തുകൊണ്ടാണ് ഡിസംബർ 5-ന് ശേഷം ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ്. അവിടെ സർക്കാരിൻ്റെ സമ്മർദ്ദവും സ്വാധീനവും സംശയിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നതല്ലേ SIT-യിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ SIT-യുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ? അതിൽ എൻ്റെ നിലപാടിനെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുമ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ, നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇതിനൊരു മറുവശമാണ് അന്ന് ചാർത്തി തന്നത്. അതായത് SIT-ക്ക് എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് SIT-യെ നിശ്ചയിച്ചത് എന്ന രൂപത്തിലായിരുന്നു നിങ്ങളതിനെ കൗണ്ടർ ചെയ്യാൻ പരിശ്രമിച്ചത്. അപ്പോൾ ഇത് ഹൈക്കോടതിയും SIT-യും തമ്മിലുള്ള ഏർപ്പാടാണ്. ഇതിനകത്ത് സർക്കാരിന് കാര്യമൊന്നുമില്ല, സർക്കാരിൻ്റെ സമ്മർദ്ദത്തിനും പ്രശ്നമില്ല. ഇത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. SIT-യും സർക്കാരും തമ്മിൽ, SIT-യും ഹൈക്കോടതിയും തമ്മിൽ, ഹൈക്കോടതി നിശ്ചയിച്ച SIT, ആ SIT വളരെ കൃത്യമായി ഇന്നത്തെ പുതിയ വാർത്ത കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് SIT ആ ജോലി തന്നെയാണ്. പിന്നെ കോടതി പറയുമ്പോൾ അറസ്റ്റ് ചെയ്യൽ, അത് കോടതി തെളിവ് സഹിതം പിന്നെ കണ്ടെത്തിയാലല്ലേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നാൽ കോടതി ജാമ്യം കൊടുത്ത് വിടത്തില്ലേ. അപ്പോൾ കോടതിയുടെ മുമ്പിൽ അവർക്ക് ഹാജരാക്കണമെങ്കിലും കൃത്യമായി തെളിവ് കണ്ടുപിടിക്കണം. തെളിവിൻ്റെ അപര്യാപ്തത കൊണ്ടാണല്ലോ ഈ നെട്ടോട്ടമെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് തെളിവ് കൃത്യമായി മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ടാണ് തെളിവ് പരമാവധി ഹാജരാക്കിയതുകൊണ്ടാണ് പലർക്കും ജാമ്യം കിട്ടാതിരിക്കുന്നത്. പല ആളുകളും അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി ജാമ്യം കൊടുക്കാതിരിക്കുന്നത് SIT നല്ല തെളിവുകൾ കൊടുത്തതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എപ്പോഴേ ജാമ്യം കൊടുത്തതിനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് SIT-യും കോടതിയും തമ്മിലുള്ള പ്രശ്നമാണിത്. SIT കൃത്യമായി അന്വേഷിച്ച് വരുന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതിനകത്ത് എവിടെയെങ്കിലും ദൗർബല്യം ഉണ്ടെങ്കിൽ അത് SIT-യെ നിശ്ചയിച്ച കോടതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം, ബഹുമാന്യ കോടതിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. ഇനി ആ SIT ടീം പര്യാപ്തമല്ല, ഗവൺമെൻറ് വേറെ ആളുകളെ കൊടുക്കണം എന്ന് ബഹുമാന്യ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അതിലും തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ ആ പ്രശ്നം വളരെ കൃത്യമായി, ആ നിലപാട് അങ്ങിപ്പോൾ എൻ്റെ നിലപാടിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട്, എൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ എൻ്റെ നിലപാടല്ല, അത് ഇടതുപക്ഷത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിലപാടാണ്. അത് ഞാനിവിടെ പലപ്പോഴും അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അത് എൻ്റേതായ ശൈലിയിൽ ചില അഡീഷനൊക്കെ അതിനകത്തുണ്ടാകും, അത്രയേ ഉള്ളൂ. ബാക്കി ഒരു നിലപാടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനകത്ത് CPIM-നോ ഗവൺമെൻറ്റിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ആ അന്വേഷണം ശക്തമായി നടക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നത്തെ അറസ്റ്റും കൂടി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.